ആ ചേച്ചി എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ തന്റെ വീട്ടുകാരെ പറഞ്ഞു പറഞ്ഞ പ്രകാരം അവള് നിന്റെ ഇത് വെക്കുന്നില്ല, ബാൻഡ് വെക്കുന്നില്ല. കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഇത്ര നീ കാണാൻ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വല്ലത് കാണിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും അനുമോളുടെ PR ആയി. എന്നാ പിന്നെ അനുമോളെ വെളുപ്പിക്കാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. ഇന്നലെ അനുമോളെ എടുത്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ അനുമോളെ മാത്രമാണ് വിളിച്ച് അവിടെ ക്രോസ് ചെയ്തത്. കൂടുതലും നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് വിരട്ടുകയൊക്കെ ചെയ്തു. ആ വിരട്ടിലൊന്നും വീഴാതെ അനുമോള് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ട, ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടെ ഒരു 2 വീഡിയോസ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഒന്ന്, ബിന്നി പറയുന്നുണ്ട് ഇതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അത് ലാലേട്ടൻ അവിടെ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ട് ലാലേട്ടൻ അത് അവിടെ കാണിച്ചില്ല എന്നുവെച്ചാൽ ബിന്നി പറയുന്നത് ഈ ഒരു ഇഷ്യൂ അല്ല അവിടെ സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ സംസാരമെല്ലാം നടന്ന് അതിന്റെ പേരിൽ ഒരു വഴക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിന്നി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു നിഗൂഢമായി ഒന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു ഇവര് തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ. അതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല? എന്തുകൊണ്ട് ബിന്നിയെ അവിടെ സേവ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിന്നിയുടെ ഈ വീഡിയോ അവിടെ കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലുള്ളവർ കുറെയൊക്കെ സത്യങ്ങൾ കുറച്ചും കൂടി ഇനി പലരും കണ്ട കാര്യങ്ങളും വെളിയിൽ വന്നേനെ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വന്നേനെ. എന്താ വെച്ചാൽ പലരും പറയാൻ മടിക്കുന്നുണ്ട്. ചിലർ ജിസേലിന്റെ പാവാട താങ്ങികളായതുകൊണ്ട് അവർ ജിസേലിനെ സപ്പോർട്ട് ചെയ്യും, ജിസേലിനെ ആര്യനെ സപ്പോർട്ട് ചെയ്യും. അല്ലാത്തവർ കുറെ കാര്യങ്ങൾ ഡൗട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ഡൗട്ടായിട്ട് തന്നെ പറയാൻ സാധ്യത കൂടുതലുണ്ട്. എന്തായാലും ബിന്നി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ അനുമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ശൈത്യമാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അത് പറയുന്നുണ്ട്, ബിന്നി പറയുന്നുണ്ട് ഈ ഇഷ്യൂ നടക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഇഷ്യൂ നടന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി, അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് ബിന്നി പറയുന്നത്. പ്രത്യേകം നിങ്ങൾ എടുത്ത് കേൾക്കണം. എന്താ വെച്ചാൽ ഇത് ഇന്നലെ കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് എടുത്തിട്ട് കാണിക്കുന്നത്. ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക, അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പൊ ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ എന്ന്. കാരണം നമുക്ക് കടന്നു വന്ന സ്റ്റേജ് ഫ്രണ്ട്സ് അറിയില്ല, ചിലപ്പോൾ വയ്യാത്ത സമയത്ത് അല്ല അങ്ങനെയല്ല. ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞാൻ നോക്കിയത്. തെറ്റായിട്ടുള്ള രീതിക്കുള്ള ഈ ഒരു ഇഷ്യൂവിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ജിസയിലും ആര്യനും തമ്മിൽ കയ്യിൽ പിടിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെരുമാറുന്ന രീതിയിൽ സംശയം തോന്നി എന്നുള്ള രീതിയിലാണ് ബിന്നി ഇവിടെ പറയുന്നത്. ഇത്രയും ക്രോസ് ചെയ്ത അനുമോള് മാത്രമാണ് ഇതിന് കാരണക്കാരി എന്ന് പറഞ്ഞ് ആക്കാൻ ശ്രമിച്ച ലാലേട്ടൻ എന്തുകൊണ്ട് ഇത് കാണിച്ചില്ല? അതാണ് എന്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അനുമോളാണോ ഇവിടെ ആ വിഷയം എടുത്തിട്ടത്? അല്ല, വൈൽഡ് കാർഡായിട്ട് വന്നവർ എടുത്തിട്ടപ്പോൾ പറയണ്ടാന്നിരുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അനുമോള് പറഞ്ഞപ്പോൾ മാത്രം അത് വലിയ വിഷയമാവുകയും അവിടെ വൈൽഡ് കാർഡായിട്ട് വന്നവർ പറഞ്ഞപ്പോൾ അവിടെ യാതൊരു വിഷയവും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഇത് അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അനുമോളുടെ തലയ്ക്ക് നെഞ്ചത്ത് തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അനുമോളെ എല്ലാവരും ഹേറ്റ് ആകും, അനുമോളെ എല്ലാവരും വെറുക്കും. ഒരുപാട് ഫാൻസ് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അനുമോൾക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് വേണ്ട, ബി തീരുമാനിക്കും ആർക്കാണ് ഫാൻസ് വേണ്ടെന്നുള്ളത്. ആ ഒരു രീതിയിലേക്കാണോ ബിഗ് ബോസ് അനുമോളുടെ നെഞ്ചത്തോട്ട് തന്നെ ഇതെടുത്തിട്ടതെന്ന് നമുക്ക് സംശയം തോന്നാം, സ്വാഭാവികം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ചെയ്ത ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ലാലേട്ടനാണെങ്കിൽ ആര്യനോട് ഇതിനെക്കുറിച്ച് ആര്യൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആര്യൻ അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നുണ്ട്. ആര്യൻ ഇപ്പം ലാലേട്ടൻ ഇനി വീഡിയോ കാണിക്കുമോ, അല്ലെങ്കിൽ ലാലേട്ടൻ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത്, അതോ ഇനി അനുമോൾക്ക് സപ്പോർട്ടാണോ ഒന്നും മനസ്സിലാകാതെ അവിടെ നിന്നോട് ബബ്ബ അടിക്കുന്ന ഒരു ആര്യനെ കാണാം. പിന്നീട് തന്റെ വഴിയിലൂടെ ലാലേട്ടൻ വരുന്നതെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ ആര്യൻ കൂടുതലായി സംസാരിക്കുന്നത്. അപ്പോഴും ആര്യൻ അവിടെ പറയുന്ന ഒരു അലിഗേഷൻസ് ഉണ്ട്. ആ അലിഗേഷൻസും ലാലേട്ടൻ കേട്ടോണ്ട് നിന്നു. അതെന്തിന് കേട്ടോണ്ട് നിന്നു? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്കിറ്റിന്റെ ഭാഗമായിട്ട് അനുമോൾ ചെയ്ത പ്രവൃത്തി അതിനെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ലാലേട്ടൻ അതൊരു സ്കിറ്റിന് വേണ്ടിയല്ലേ ചെയ്തത്, അതിൽ താങ്കൾക്ക് എന്ത് തോന്നാനാണെന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല? അപ്പൊ അനുമോളെ ആർക്കും എന്തും പറയാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അനുമോള് പറഞ്ഞാൽ മാത്രം പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക്
തോന്നി. വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനിടയ്ക്ക് പറയാനുള്ളത്, ഒരു ചേച്ചിയുണ്ട്, ബിഗ് ബോസ് ഷോയിലെ റിവ്യൂവറാണ്. ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് ഞാൻ ഇത് കാണാതായി. കഴിഞ്ഞ വർഷം ഞാൻ നിർത്തിയതാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പിംഗ്സ് ഒക്കെ കാണുമായിരുന്നു. ചേച്ചി ഒരാളെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അവരെ പക്ക നെഗറ്റീവ് ആക്കും. എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ ഒന്നും പറയാതെ അവരുടെ നെഗറ്റീവ് മാത്രം എടുത്ത് മുന്നിലോട്ട് ഇട്ടിട്ട് അവരുടെ ആക്ഷൻസ് ഒക്കെ കാണിച്ച് സംസാരിക്കുന്ന ഒരു ചേച്ചി. ആ ചേച്ചി എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ തന്റെ വീട്ടുകാരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യും. ഈ വരുന്ന കമന്റ് താൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കല്ല, അനുകൂലമായിട്ടല്ല കമന്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നേരെ കൺവേർട്ട് ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് എന്റെ വീട്ടുകാരെ പറഞ്ഞു, എന്റെ മറ്റവരെ പറഞ്ഞു, മറിച്ചവരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അതെല്ലാ വർഷവും നടക്കുന്ന കലാപരിപാടിയാണ്. ഓണം പോലെയാണ്. മാവേലി വർഷത്തിൽ ഒരിക്കലും വരത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇതെല്ലാ വർഷവും ഒരു ദിവസം ഉണ്ടാകും. അവിടെ എനിക്ക് പറയാനുള്ളത്, അനുമോളെ കുറിച്ച്, അനുമോൾ ഇങ്ങനെ ഒരു അലിഗേഷൻസ് അവിടെ പറഞ്ഞപ്പോൾ തെളിവെവിടെ എന്ന് ചോദിച്ച ഈ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ കുറച്ച് മുന്നേ. ആ വീഡിയോയിൽ തെളിവില്ല, എന്നെ പറഞ്ഞു, എന്റെ വീട്ടുകാരെ പറഞ്ഞു, എന്റെ മക്കളെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും തെളിവല്ലേ വേണ്ടത്? അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ചേച്ചി പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെ ഒരാളും കമന്റ് ഇടാൻ പാടില്ല. ഞാൻ ആ കമന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് ഞാൻ ഒരിക്കലും യോജിക്കാനും പറ്റത്തില്ല. ഇപ്പൊ എന്റെ വീഡിയോയുടെ താഴെയും ഒരുപാട് കമന്റുകൾ വരാറുണ്ട്, എന്നെ ചീത്ത വിളിക്കാറുണ്ട്, എല്ലാം ചീത്ത വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ നിൽക്കാവൂ. അത് രണ്ടാമത്തെ കാര്യം. അനുമോൾ ചെയ്ത ഒരു പ്രവൃത്തി അവിടെ നിന്ന് അനുമോൾ കണ്ടു എന്ന് പറയുമ്പോൾ ഈ ചേച്ചിയാണല്ലോ പറഞ്ഞത് അനുമോൾ കണ്ടിട്ടില്ല, അനുമോൾ കള്ളത്തരമാണ് പറയുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ചേച്ചി അതിന്റെ തെളിവുകൾ കാണിക്കൂ. ചേച്ചിയുടെ വീട്ടുകാരെ ഒക്കെ പറയുന്ന പോലെ ഒക്കെ ചേച്ചി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചേച്ചിക്ക് അതിന്റെ തെളിവുകൾ ഒന്ന് കാണിച്ചുകൂടെ? അപ്പം ചേച്ചി പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അനുമോള് കണ്ടിട്ട് പറയുന്നത് അത് വിശ്വസിക്കാൻ പാടില്ല, പക്ഷെ ചേച്ചി പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. അത് എവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇതുവരെ ഞാൻ കണ്ട ആ വീഡിയോയിലൊന്നും തെളിവുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്കറിയാൻ താരതമ്യത്തിലൊന്നോ താഴ്ത്തിക്കെട്ടണമെന്നോ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ പറയുന്നതിലൊക്കെ ഒരു ലോജിക്ക് വേണം. ജിസയിലും അനുമോളും കൂടെ പോയിരുന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്, ബെഡിൽ കിടന്നുകൊണ്ട്. അപ്പൊ ജിസയിൽ അനുമോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. എന്റെ ബെഡിനെല്ലാം കാണാം അല്ലേ? അവിടം വരെ കാണാം, എല്ലാം നന്നായിട്ട് കാണാം. അല്ല, അത് കാണണ്ട, അതൊന്നും ഞങ്ങൾ അതല്ല, ഇവിടെയുള്ള എല്ലാരെയും കാണാൻ നന്നായിട്ട്. എന്റെ ബെഡ് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അവിടെ അനുമോളുടെ ബെഡിൽ പോയി കിടന്നുകൊണ്ട് ജിസയിൽ ചോദിക്കുന്നത്, നിന്റെ ഈ ബെഡിൽ കിടന്നാൽ എല്ലാം കാണാം അല്ലേ? അപ്പൊ അനുമോള് പറയുന്നുണ്ട് എല്ലാം കാണാം, എനിക്ക് A to Z കാണാം. അതുപോലെ തന്നെ എന്റെ ബെഡ് കുറച്ച് ഹൈറ്റ് കൂടിയതാണ്, എനിക്ക് കൃത്യമായിട്ട് എല്ലാം കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജിസയിൽ അവിടെ പോയി കിടന്നത് തന്നെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടെ കിടന്നാൽ എവിടെ വരെ കാണാൻ പറ്റും, എന്തെല്ലാം കാണാൻ പറ്റും, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജിസയിൽ അവിടെ പോയി കിടന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായ കാര്യമാണ്. കഴിഞ്ഞ് ഞാൻ ഓർത്ത്, ഇത്ര നീ കാണാൻ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വല്ലത് കാണിക്കാൻ. ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് നിനക്ക്. എനിക്ക് എന്തെങ്കിലും ഉറങ്ങണമെന്ന് ഞാൻ കാണും. അല്ല, നീ ഇങ്ങനെയാണ് കിടക്കണം, ഇങ്ങനെ നിന്റെ ഇങ്ങനെ ഒളിച്ചു നോക്കാനും. ഞാൻ മുഖത്തൂടെ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലൊക്കെ കാണിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. അനുമോൾ പറഞ്ഞത് എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അതുപോലെ രണ്ടാമത് ജിസേല് പറയുന്നത് നീ മുഖം മൂടിയാണ് കിടക്കുന്നത് എന്ന്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാൻ മുഖം മൂടി കിടക്കാറില്ല, ഞാൻ പുതയ്ക്കാറില്ല മുഖത്തേക്ക്. പിന്നെ ഉറക്കത്തിൽ എങ്ങാനും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം വല്ലതും പുതച്ചാലേ ഉള്ളൂ, അല്ലാതെ ഞാൻ കിടക്കാറില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന കോൺവെർസേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് കമന്റ് ചെയ്യുക. അത് പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് അച്ഛൻ വരെ നോക്കണം. നന്നായിട്ട് കാണാം. അതാണ് ഞാൻ വന്നപ്പോ തന്നെ ഞാൻ ഇത് പിടിച്ചത്. മരത്തിന്റെ ചുവട്ടിൽ ഒരു കട്ടിൽ, ആ കട്ടിൽ ഒരു ഏഞ്ചൽ. ലൈഫ് ഇസ് ആ ഒരു സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജിസേൽ ഒട്ടും ഇതായിട്ടൊന്നും അല്ല ചോദിക്കുന്നത്. ജിസേൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ മാത്രമാണ് അവിടെ വന്ന് കിടക്കുന്നതും അവിടെ നിന്ന് എല്ലാ ബെഡുകളും ചെക്ക് ചെയ്യുന്നതും അനുമോൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്ന് നോക്കുന്നതും. അപ്പോൾ അനുമോൾ പറഞ്ഞത് ഒന്നും കൂടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ജിസേലിന്റെ പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നിയത്. ഇത് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ലാലേട്ടനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് ബാഡ്ജിന്റെ കാര്യം ചോദിച്ചായിരുന്നു. അനുമോളുടെ ദേഷ്യം നമുക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റും. അനുമോള് കണ്ടതിൽ തന്നെ ഉറച്ചു നിന്നതിന്റെ ഒരു ദേഷ്യം ആ ബാഡ്ജ് ചോദിച്ച കേസില് പുള്ളിക്ക് നല്ല എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എഫക്റ്റിന്റെ ബലത്തിലായിരുന്നു പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞത്
ആ ബാഡ്ജ് എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജിസേൽ അവിടെ കിടന്നുകൊണ്ട് ബബ അടിക്കുന്നുണ്ട്, ഞാൻ അത് ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ. ഉടനെ അനുമോൾ പറയൂ, അനുമോളുടെ ബാഡ്ജ് എവിടെ, എടുത്തുകൊണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ഒരുമാതിരി ഷൗട്ട് ചെയ്ത് ഇങ്ങനെ എന്താ പിടിക്കാത്ത പോലൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അതിനുശേഷം അനുമോള് ആ ബാഡ്ജ് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ എന്താ കുത്തി വരച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു ഞാനൊരു തമാശക്ക് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞ രീതിയിൽ തന്നെ ആ ബാഡ്ജ് ഉപയോഗിച്ചത് അനുമോള് മാത്രമേ ഉള്ളായിരുന്നു. വെച്ചാൽ ആ ബാഡ്ജ് കുത്തിക്കൊണ്ട് നടക്കാന്. പക്ഷെ ജിസേല് അത് അവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, എന്തുകൊണ്ട് ജിസേൽ അവിടെ ചെയ്തില്ല, അതിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അപ്പൊ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇവിടെ അനുമോള് മാപ്പ് പറയും എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ട് ഭയങ്കരമായ ഡയലോഗ് ഒക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് സാഷ്ടാംഗം നമിച്ച് അനുമോള് അവിടെ മാപ്പ് പറയുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ബീവിക്കും ആ ലാലേട്ടനും മൊത്തമായിട്ട് തെറ്റി എന്നുള്ളതാണ്. ആ തെറ്റലിൽ ഈ കണ്ടന്റുകളൊക്കെ അങ്ങ് പോയി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കണ്ടത് അനുമോളോട് പ്രത്യേകമായ ഒരു വാശി വെച്ചിട്ട് അല്ലെങ്കിൽ ദേഷ്യം വെച്ചിട്ട് സംസാരിക്കുന്ന ലാലേട്ടനെയാണ്. അത് ബീവി പറഞ്ഞിട്ടായിരിക്കാം, പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ നീ ചെയ്തത് കുഴപ്പമില്ല. ജിസേല് ലാലേട്ടൻ പറഞ്ഞ പ്രകാരം അവള് നിന്റെ ഇത് വെക്കുന്നില്ല, ബാൻഡ് വെക്കുന്നില്ല. എന്നെ ഇഷ്ടമില്ലാത്തോണ്ട് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളത് വെക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത്? എനിക്കറിയില്ല. അതല്ലേ റൂള്, അങ്ങനെ വെക്കണമെന്നല്ലേ അല്ലേ? ഞാൻ എന്തായാലും ഒരാഴ്ച ചെയ്യണം, നീ ഒരാഴ്ച വെക്കണം. ഓക്കെ, എന്റെ മനസ്സിലെ ജിസേൽ അത് ജിഷിൻ ചോദിക്കുന്ന ഒരു കാര്യം കറക്റ്റ് ആണ്. അതല്ലേ റൂള്. ലാലേട്ടൻ പറഞ്ഞിട്ട് പോയതാണ് ബാഡ്ജ് വെക്കണം എന്നുള്ളത്. അപ്പോൾ ആ മീശ വരയ്ക്കുന്നത് കണ്ടിട്ടാണ് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ തന്നെ ജിഷിൻ പറയുന്നുണ്ട് നീ ഇത് ചെയ്തതിൽ എന്താണ് തെറ്റ്, പക്ഷെ നീ ഇത് ചെയ്തതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. ഇപ്പൊ ഒരാളുടെ പടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ഫോട്ടോ എത്തിച്ചപ്പോൾ അനുമോൾക്ക് അത്രയും ദേഷ്യം വന്ന ഒരാളാണ്. അപ്പൊ അനുമോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതിനകത്ത് മറുഭാഗം പറയുമ്പോൾ അവിടെ ലാലേട്ടൻ പറഞ്ഞിട്ടും ബിഗ് ബോസിന്റെ റൂൾസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടെ ജിസേൽ അത് ഉപയോഗിച്ചില്ല? അതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഇതൊന്നും ചോദിക്കാൻ ലാലേട്ടൻ ഇന്നലെ സമയം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവരുദ്ദേശിച്ചിടത്ത് ഈ പിടി നിന്നില്ല എന്നുള്ളത്. അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് നടന്ന സംഭവങ്ങൾ എല്ലാം. നിങ്ങൾക്കിപ്പോ ഞാൻ കാണിച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അനുമോള് പബ്ലിക്കായിട്ട് ഒരു ചെണ്ടയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പോകുന്നവർക്കും വരുന്നവർക്കും എല്ലാം കയറി അങ്ങ് കൊട്ടിയിട്ട് പോവുക. വെളിയിലും കൊട്ട്, അകത്തും കൊട്ട്. എന്നുവെച്ചാൽ വെളിയിലെ ഒരു ബിഗ് ബോസ് ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാര് ഞാൻ പറയുന്നതാണ് ബിഗ് ബോസ്, ഞാൻ പറയുന്നതാണ് ലാലേട്ടൻ കേൾക്കുന്നത്, എന്റെ ഇത് മാത്രമാണ് ലാലേട്ടൻ കാണുന്നത്, അതെടുത്ത് വെച്ചാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേര് വെളിയില്. അകത്താണെങ്കിൽ കാണുന്നവരെല്ലാം പോയി കൊട്ടുന്നത് ഈ അനുമോളെ. വെളിയിലും അത് തന്നെ. എന്തായാലും അനുമോളെ ഇപ്പൊ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് വെക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെ എത്രയൊക്കെ നെഗറ്റീവ് നിങ്ങൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാലും വാല്യൂ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇല്ലാതെ നിങ്ങൾക്ക് ഇനി അനുമോളെ തൊടാൻ കൂടി സാധിക്കത്തില്ല. വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും ഈ പറയുന്നവരൊക്കെ നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് അതൊരു ശീലമാണ്. അത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ശീലമായതുകൊണ്ട് അവരത് തന്നെ ചെയ്യും, കുഴപ്പമില്ല. പക്ഷെ അതിനെ മറികടക്കാൻ, അതിനെ തടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലാതെ ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോളെ നെഗറ്റീവ് ആക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മളും പാവങ്ങളാണ്, റിവ്യൂ ചെയ്യുന്നവരാണ്. കുറച്ച് പേരെ ഇതൊക്കെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാലും ആ കുറച്ച് പേർക്ക് വേണ്ടി, അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മളും ചെയ്യും. നെഗറ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കും തോറും നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അനുമോള് ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കുമെന്നല്ല പറഞ്ഞത്. ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് അത് പൊലിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.